വളരെ സന്തോഷത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് അതിൻ്റെ പ്രതിധ്വനി എന്നെ കേൾപ്പിച്ചത്. അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു അഭിമാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ വൈദിക സെമിനാരി ചില പ്രോജക്റ്റുകൾ ക്രമീകരിച്ച് ആദ്യം ഉറ്റുനോക്കിയത് കുവൈറ്റിലേക്കാണ്. അവിടെയും വളരെ സന്തോഷകരമായ ഒരു മറുപടിയാണ് അക്കാര്യത്തിനും ലഭിച്ചത്. ഞാൻ പറയുന്നത്, കുവൈറ്റ് ഓർത്തഡോക്സ് ഇടവകയും IOMF പ്രസ്ഥാനവുമൊക്കെ സഭയ്ക്ക് എവിടെ ആവശ്യങ്ങളുണ്ടോ അവിടെയൊക്കെ അവരെ പ്രവർത്തിക്കുവാൻ ഏറെ താല്പര്യം പ്രകടിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഈ മഹാ ഇടവകയും IOMF പ്രസ്ഥാനവും ഒക്കെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ എനിക്ക് അനുവദിച്ച നിമിഷങ്ങൾ അത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയല്ല. ക്രൈസ്തവ ദർശനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വെറും പ്രസംഗം മാത്രമല്ല. കർത്താവായ യേശുക്രിസ്തു തൻ്റെ സമീപേ കടന്നു വന്നിരുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ആവശ്യങ്ങൾ ഉണ്ടായാലും ആ ആവശ്യങ്ങളോട് അനുഭാവപൂർണം പ്രതികരിച്ച് അവരെ സഹായിക്കുന്ന ഒരു അടിസ്ഥാന തത്വം യേശുവിൽ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിത മുദ്രാവാക്യം തന്നെ തൻ്റെ കാലഘട്ടത്തിന് മുൻപ് 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച യെശയ്യാ പ്രവാചകൻ്റെ ചില പ്രഖ്യാപനങ്ങളാണ്. ഹൃദയം തകർന്നവർക്ക് മുറിവ് കെട്ടി ആശ്വസിപ്പിക്കുവാൻ, നിരാശയിലിരിക്കുന്നവർക്ക് ആശ നൽകാൻ, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, ഇങ്ങനെ മറ്റുള്ളവരെ ഏതെല്ലാം വിധത്തിൽ കരുതുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാമോ അതെല്ലാം തൻ്റെയും ജീവിതത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് യേശുക്രിസ്തു ആവർത്തിക്കുന്നുണ്ട്. ക്രൈസ്തവ ദർശനത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമായിട്ട് നമ്മൾ കാണേണ്ടത് അവിടെ വാഗ്ധോരണിയോടെയുള്ള വാഗ്ദാനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങളോ അല്ല, അതിനേക്കാൾ ഉപരിയായി ക്രിയാരൂപത്തിലുള്ള പ്രവൃത്തി രൂപങ്ങളാണ്. ഗോസ്പൽ ഇൻ ആക്ഷൻ, സുവിശേഷം പ്രവൃത്തിയിലൂടെ. ഇതാണ് IOMF ഇപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയും അതോടൊപ്പം അഭിമാനത്തോടെയും മാത്രമേ അതേക്കുറിച്ച് സ്മരിക്കുവാനായിട്ടുള്ളൂ. മണലാരണ്യ ജീവിതം അത്ര സുഖകരമല്ല. മണലാരണ്യ ജീവിതം എത്രമാത്രം ക്ലേശപൂർണമാണെന്ന് അവിടെ സന്ദർശിച്ചിട്ടുള്ളവർക്കും അവിടെ ജീവിക്കുന്നവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. എങ്കിലും അവരുടെ ജീവിതത്തിലെ നന്മ ചെയ്യുവാൻ എപ്രകാരമെല്ലാം സാധിക്കുമോ അപ്രകാരം ചെയ്തിരിക്കണം എന്നുള്ള ഒരു വലിയ ജീവിത തത്വം തന്നെ ഈ പ്രസ്ഥാനങ്ങൾ സ്വയം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മലങ്കര സഭയുടെ ഭാഗ്യമാണ്, കേരളത്തിൻ്റെ ഭാഗ്യമാണ്, ഭാരതത്തിൻ്റെ സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഈ 35 പെൺകുട്ടികൾക്ക് അഥവാ 36 പെൺകുട്ടികൾക്ക് ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട് ആ കുടുംബജീവിതത്തിലേക്ക് നയിക്കുവാൻ ആവശ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ജനറൽ കൺവീനർ ജേക്കബ് സക്രിയ, ജഗൻ എന്ന ഓമനപ്പേരിൽ വിളിക്കപ്പെടുന്ന അദ്ദേഹം പലതവണയും നേരിലും ഫോണിലും ഒക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തൊരു ശാലീനതയും ഒരു ഈശ്വര നിർവിശേഷമായ നിലവാരവും നിലപാടുമാണ് അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ പ്രകടമാകുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു വിധത്തിൽ വളരെ സന്തോഷം തോന്നുകയാണ്. ഇവിടെ 35-36 പെൺകുട്ടികൾക്ക് കുടുംബ ജീവിത പശ്ചാത്തലം ഒരുക്കുന്നു.
അതുപോലെ അനേകം പദ്ധതികൾ ആ ഇടവകയും ഈ പ്രസ്ഥാനങ്ങളുമൊക്കെ കേരളത്തിൽ ജാതി മത ഭേദമന്യേ കുവൈറ്റ് ഇടവക, അതിൽ IOMF പ്രസ്ഥാനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മക്കൾക്ക് മാത്രമല്ല, കേരളത്തിലെ ഈ രാജ്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി അവരെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് തികച്ചും അഭിനന്ദനാർഹമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഈ നന്മ ചെയ്യുന്നത് അവരെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കാത്ത, തിരിച്ചറിയാൻ ഒക്കാത്ത വിധത്തിൽ നന്മ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ ഏറെ പ്രതിഫലം ലഭിക്കുന്നതിന് അത് സഹായകരമാണ്. ഈ 35 പെൺകുട്ടികൾ ആരാണെന്ന് കുവൈറ്റിലുള്ള ആർക്കെങ്കിലും അറിയാമോ? എനിക്ക് തോന്നുന്നില്ല. തിരിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടാണോ ഈ പ്രസ്ഥാനം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് അവർ ഇത് ചെയ്യുന്നത് തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അവർ അറിയുന്ന ആ വ്യക്തികളെ മാത്രം ഉൾക്കൊള്ളിച്ചോ അല്ല. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടിസ്ഥാന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളിലൂടെ അത് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും അഭിനന്ദനാർഹം തന്നെ. ക്രിസ്തു ഇക്കാര്യത്തിൽ ഏറെ പ്രസാദിക്കുകയും സന്തോഷിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് വെറും ഒരു 36-35 കുട്ടികളുടെ വിവാഹ സഹായധന വിതരണം മാത്രമായിട്ട് ഈ പ്രസ്ഥാനത്തെ കാണാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. വളരെ വിപുലമായ പദ്ധതികൾ. അതുപോലെ തന്നെ ഈ സഭയിൽ നിന്ന് എത്രയോ പിതാക്കന്മാരെ അവരുടെ പദ്ധതികളുമായി ആ ഇടവകയിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവർ പ്രദർശിപ്പിക്കുന്ന സ്നേഹവായ്പകൾ വളരെ അഭിനന്ദനാർഹമാണ്. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവർക്ക് ചെയ്യാൻ ഒക്കുന്നത് ചെയ്യണം എന്ന് ഉള്ള ആ സിദ്ധാന്തം നേരത്തെ കൺവീനർ ഓർപ്പിച്ചതുപോലെ ഇതിനു വേണ്ടി അവരുടെ അംഗങ്ങളിൽ നിന്ന് മാത്രം ധനസമാഹരണം നടത്തിയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് എത്രമാത്രം ഇക്കാര്യത്തിലൊക്കെ അവർ തൽപരരാണ് എന്നുള്ളത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിത മുദ്രാവാക്യം നമ്മുടെ പരമാവധി, നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ട് പരമാവധി അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ സംഘടന ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു. കുടുംബ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ എങ്ങനെ പരിഹരിക്കണമെന്നും അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിൽ ഇവരെ തൽപരരാണ്. അതിലൊക്കെ പദ്ധതികളും അത് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള സന്മനസ്സും ഈ IOMF-ൽ കാണുന്നു. തീർച്ചയായും അത് ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹത്തിന് ഇത് നിദാനമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. കുറഞ്ഞ സമയം കൊണ്ട് ഒത്തിരി ആശംസാ പ്രസംഗങ്ങളും മറ്റ് ചടങ്ങുകളും ഒക്കെ ഇവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്രകാരമുള്ള ഒരു മംഗളകർമ്മത്തിൽ, ഒരു ദൈവികമായ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ബലഹീനായിരിക്കുന്ന എനിക്കും അവസരം തന്ന ഇതിൻ്റെ ചുമതലക്കാരോട് എൻ്റെ സ്നേഹവും എല്ലാ നന്ദിയും പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാതിരുമേനിക്ക് വേണ്ടിയും മലങ്കര സഭയ്ക്ക് വേണ്ടിയും ഞാനിവിടെ അറിയിക്കുകയാണ്. ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ഈ നവദമ്പതി സംഗമ പൊതുസമ്മേളനം നിലവിളക്ക് നിർത്തി ഉദ്ഘാടനം ചെയ്യുവാനായി ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക തിരുമനസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വെളിവു നിറഞ്ഞോ ഈശോ നിൻ വെളിവാ കാണുന്നു വെളിവിയടിയ അഖില കാന്യ ഞങ്ങളെ നീതാരൻ കതിരെ ശോഭിപ്പിക്കണമേ
നിൻ വെളിവാ കാണുന്നു. വധൂവരന്മാർക്ക് മംഗളാശംസകളേകുവാനായി ആശംസാ പ്രസംഗത്തിനായി കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ തോമസ് മാർ അഥാനാസ്യോസ് തിരുമനസിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദനായ ദിയോനാസ്യോസ് തിരുമേനി, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക അഭിനന്ദ പൗലോസ് മാർ മിലിത്തിയോസ് തിരുമേനി, ഗ്രിഗോറിയോസ് തിരുമേനി, MP ആൻ്റണി, വിശിഷ്ട അതിഥികളെ, റംബാച്ചന്മാരെ, വൈദികരെ, ഇടവകയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നവദമ്പതികളെ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരിടവക അതിൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളിൽ യെരുശലേം ഇടവക എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഇടവകയുടെ മാതൃകയും പ്രാഗ്രൂപവുമാണ് യെരുശലേം കമ്മ്യൂണിറ്റി. അവിടെ ഓരോരുത്തരും ഉള്ളത് എല്ലാവർക്കുമായി നൽകുകയും ഓരോരുത്തരും അവരവരുടെ ആവശ്യം പോലെ എടുക്കുകയും ചെയ്തു എന്നാണ് പറയും. ആരും സ്വന്തമായി ഒന്നും നിലനിർത്തിയിരുന്നില്ല എന്നതാണ്. നമുക്കറിയാതെ ഒരു നല്ല ആശയമാണ്, അടിസ്ഥാന ക്രിസ്തീയ ആദർശമാണ്. പക്ഷേ അതിൻ്റെ നടത്തിപ്പ് അധികം നാൾ മുമ്പോട്ട് പോകാത്ത സാഹചര്യമാണ്. തീർച്ചയായിട്ടും എങ്കിലും അന്ന് നിലനിന്നിരുന്ന ആ വലിയ ആദർശവും ആശയവും ഇന്നും അനേകരെ ത്രസിപ്പിക്കുന്നതാണ്, ഇടവുകൾക്ക് മാതൃകയാകുന്നതാണ്. ഉള്ളത് അപരനുമായി പങ്കുവയ്ക്കുക. അത് തന്നെയാണ് പിന്നീടുള്ള സഭയുടെ ചരിത്രത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ നടന്നത്. എല്ലാവരും ആരാധനയ്ക്ക് വരുമ്പോൾ അവർക്കുള്ളത് ദേവാലയത്തിൽ കൊണ്ടുവരികയും ആരാധനയ്ക്ക് ശേഷം ആവശ്യമുള്ളവർക്കായി അവ വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ആ ഓർമ്മ പ്രേരണയാണ് യഥാർത്ഥത്തിൽ കുവൈറ്റ് ഇടവകയിലെ ഒരു വലിയ വിഭാഗം ആൾക്കാർക്കും ഇതുപോലുള്ള ഒരു ധർമ്മപ്രവൃത്തി ചെയ്യുന്നതിന് പ്രേരണ നൽകിയത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മനുഷ്യന് വിവാഹം കഴിക്കുക, കുടുംബമായി ജീവിക്കുക എന്നത് അവരുടെ അവകാശമാണ്. സാമ്പത്തികം അതിന് വിഘാതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ വിവാഹ ജീവിതം അസാധ്യമായി തീരുന്നു എന്നും നമുക്കറിയാം. പ്രത്യേകിച്ച് വിവാഹപ്രായമായ പെൺകുട്ടികൾക്ക് വിവാഹം ജീവിതത്തിന്, കുടുംബജീവിതത്തിനുള്ള സാഹചര്യം ഒരുക്കുവാൻ മാതാപിതാക്കന്മാർ സാമ്പത്തികമായി അപ്രാപ്തരായി തീരുമ്പോൾ അവിടെ സഹായിക്കേണ്ടത്, അവരെ സഹായിക്കേണ്ടത് സഭയുടെ, ഇടവകയുടെ ബാധ്യതയാണ്. ഈ ബാധ്യതയാണ് യഥാർത്ഥത്തിൽ കുവൈറ്റ് ഇടവക ഏറ്റെടുത്തത്. ഇന്ന് അതിൻ്റെ ഒരു ആഘോഷമാണ്. ഈ പ്രേരണ എന്നും അവിടെ നിലനിൽക്കട്ടെ. തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അവർക്ക് സാധിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രതികരണം പ്രവർത്തന മേഖലയിൽ കാണിച്ചു കൊടുക്കുവാൻ ഇതിൻ്റെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ. ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവാഹിതരായ അവരുടെ സാമ്പത്തിക പിൻബലം കൊണ്ട് വിവാഹിതരായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും ജഗദീശൻ ധാരാളമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകി ഉദാത്തമായ സന്തോഷഭരിതമായൊരു കുടുംബജീവിതം നയിക്കുവാൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ
വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെയും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെയും വെളിച്ചമേകി ജഗത്തിനെന്നും ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ യേശു എൻ ജീവനെ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകി നാഥൻ ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകി നാഥൻ പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ യേശു എൻ ജീവനെ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി യേശുനാഥൻ. വീണ്ടും ആശംസകൾ അർപ്പിക്കുവാനായി തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക അഭിവന്യ പൗലോസ് മാർ മെലിത്തിയോസ് മെത്രാപ്പൊലീത്ത, പത്തനംതിട്ടയുടെ MP ശ്രീ ആൻ്റണി, ചെങ്ങന്നൂരിൻ്റെ MLA ശ്രീ വിഷ്ണുനാഥ്,
ഈ പ്രോജക്റ്റിന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ സുധീരമായ നേതൃത്വം നൽകിയ ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട P.T. തോമസ് അച്ഛൻ, ഇതിൻ്റെ ജനറൽ കൺവീനർ ജേക്കബ് സക്കറിയ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന സ്നേഹിതരെ, IOMF-ൻ്റെ മുൻ അംഗങ്ങളും സ്ഥാപക നേതാക്കളും, ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, റംബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ഇന്ന് നമ്മൾ പ്രത്യേകമായി ആദരിക്കുന്ന നവദമ്പതികളെ, അവരുടെ രക്ഷകർത്താക്കളെ, എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ വന്ദനം. വളരെ ശ്ലാഘനീയമായ ഒരു പുണ്യമാണ്. ഗിവ് എ ലൈഫ്, നമുക്ക് ഒരു ജീവിതം കൊടുക്കാൻ. ഒരു പെൺകുഞ്ഞിൻ്റെ വിവാഹം പണത്തിൻ്റെ കുറവ് കൊണ്ട് വഴിമട്ട് നിൽക്കുന്ന, വീർപ്പുമുട്ടുന്ന ധാരാളം പ്രയാസപ്പെടുന്ന ഹൃദയങ്ങൾ നമുക്ക് നടുവിലും നമുക്ക് ചുറ്റുമുണ്ട്. അവരെ തിരിച്ചറിയാനും അവർക്ക് സഹായഹസ്തം